െന്ന് പറയുന്നത് ഇന്ന് സമരത്തിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നോ? ഇല്ല, അവര് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പരിഹരിക്കാനാണല്ലോ വിളിക്കേണ്ടത്. പക്ഷെ ഇപ്പോഴും നമ്മളെ വിളിച്ചിട്ട് അവരൊരു പ്രഹസനമാക്കി മാറ്റുകയാണ് ചെയ്തത്. നമ്മൾ വെച്ചത് 38 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ വെച്ച ഡിമാൻഡിന്മേൽ ആ ഡിമാൻഡ് ചർച്ച ചെയ്ത് എന്താണ് നിർദ്ദേശിക്കാനുള്ളത് പറയാതെ അവിടെ ഈ കാശില്ല, സമരം ഉപേക്ഷിക്കണമെന്ന് പറയാനാണ് അവർ വിളിച്ചത്. ഈ 38 ദിവസം ഇവിടെ വെയിൽ കൊണ്ട സ്ത്രീകളോട് ഇതെന്തൊരു സർക്കാരാണ്, എന്തൊരു മന്ത്രിയാണ്? ഇവർക്ക് അറിയത്തില്ലേ തൊഴിൽ സമരം നടന്നാൽ എങ്ങനെ സെറ്റിൽ ചെയ്യേണ്ടതെന്ന്? നിങ്ങൾ ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് സമരം ഇരിക്കുന്നതിൽ വലിയ സങ്കടമുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. വലിയ സങ്കടം ഉണ്ടായിരുന്നവർ ഇവിടെ വന്നേനെ വരുന്നല്ലോ. ഈ മഴ എല്ലാം കൊണ്ടപ്പം ഞങ്ങൾ ഈ മഴ ഇവിടെ കൊണ്ട് കിടന്നപ്പോഴത്തേക്ക് ഇവിടെ എത്രയോ മനുഷ്യർ വന്നു. എന്നിട്ട് അവരിങ്ങോട്ട് വന്നില്ലല്ലോ. നമ്മളിത് ഫോൺ ചെയ്ത് പോലും ചോദിച്ചില്ലല്ലോ എങ്ങനെയുണ്ട്. ഇന്നലെ ഈ ഭയങ്കര ഇടിവെട്ടും കൊല്ലിയാനും മഴയായിരുന്നല്ലോ. ഇത്രയും അങ്ങ് സങ്കടമുള്ളവരാണെങ്കിൽ അതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. 38 ദിവസമായിട്ട് ഈ സ്ത്രീകൾ ഇവിടെ നിന്ന് വെയിൽ കൊണ്ടിട്ട് നമ്മളത് കാണുന്നില്ലല്ലോ. വെറുതെ വർത്താനത്തിൽ പറഞ്ഞാൽ പോരല്ലോ, പ്രവൃത്തിയിൽ കാണണ്ടേ. വർത്താനം ആർക്കും പറയാൻ പറ്റും, പ്രവൃത്തിയിൽ കൊണ്ടുവരണം, എന്നാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 38ാമത്തെ ദിവസം ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് അവരുടെ കാശില്ലെന്ന് പറയാനാണ്. 5ാമത്തെ ദിവസം മന്ത്രി വിളിച്ചിട്ട് അത് തന്നെയല്ലേ പറഞ്ഞത്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ഉടനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊരു തീരുമാനം, അത് അപ്പോഴും ഓണറേറിയം വർധനവിൽ ഉൾപ്പെടെ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി പറയുന്നില്ല. മറ്റ് നിങ്ങളെ സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് ആശാപ്രവർത്തകരിലേക്ക് മാറ്റണം, ആ നിർവചനത്തിൽ ഒരു മാറ്റം വരണം എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. വർക്കറാണോ തൊഴിലാളി ആണോ എന്നുള്ളതല്ല, പണി എടുക്കുന്നവന് കാശ് കൊടുക്കണം, അതാണ് പറയുന്നത്. ആശാവർക്കറെ ഇനി റെഗുലറൈസ് ചെയ്ത് തൊഴിലാളിയാക്കിയിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പണിയെടുക്കുന്നവന് കാശ് കൊടുക്കണം, അത് ഏത് പേരിൽ പണിയെടുപ്പിച്ചാലും. അതാണ് ആദ്യമേ ചെയ്യേണ്ടത്, അല്ലേ? അതല്ലേ ആദ്യമേ ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് ഇൻസെന്റീവ് ആണ്. ആ കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടാണ് ഇവര് നമുക്ക് ഓണറേറിയം തന്നുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ, ആ സംസ്ഥാന സർക്കാരല്ലേ തരുന്നത്. അതല്ലേ വർദ്ധിപ്പിക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതുവരെ അത് മനസ്സിലായില്ലേ? ഇവരെന്തിനാണ് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളുടെ അടുത്ത്? കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടാണോ ഇവർ ഓണറേറിയം തരുന്നത്? അതാണെങ്കിൽ അങ്ങനെ പറയണം. അവര് കേന്ദ്ര ഗവൺമെന്റ് തരുന്നതാണ് ഞങ്ങൾ ഓണറേറിയമായിട്ട് തരുന്നത് അവർ പറയണം. അതല്ലെങ്കിൽ പിന്നെ ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കരുത്. ആർക്കും തെറ്റിദ്ധാരണയില്ല. ഇവർ വിചാരിക്കുന്ന ആളുകളെല്ലാം ഇവർ പറയുന്ന കേട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചിരിക്കുകയാണെന്നാണ്. അങ്ങനെയൊന്നുമല്ല, ആളുകൾക്ക് നല്ല ബോധമുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട് കേരള സമൂഹത്തിന്. നാളെ 11 മണിക്കാണ് നിരാഹാര സമരം ആരംഭിക്കുന്നത്. ആരൊക്കെയാണ് നിരാഹാരം ഇരിക്കുന്നത്? നിരാഹാരം കിടക്കുന്ന ഒരാൾ ഞാനാണ്. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഷീജയും തങ്കമണിയാണ്. ഞങ്ങൾ 3 പേരാണ് നാളെ ആരംഭിക്കുന്നത്. പരിഹാരം ഉണ്ടാകുന്നത് വരെ നിരാഹാര സമരം ഇരിക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും. നമ്മളിത് വെറുതെ പറയുന്നില്ലല്ലോ, അനിശ്ചിതകാല നിരാഹാരമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പരിഹാരം കാണുന്നത് വരെ നിരാഹാരം കിടക്കും. സമരം തുടങ്ങി 38ാമത്തെ ദിവസം, അതായത് ഇന്ന് ഈ സമരത്തിനൊരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷ അത് NHM ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ